2026 വേൾഡ് കപ്പിന് ഇനി ഒരു മാസത്തിൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഓരോ ടീമുകളും അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രസീൽ ആരാധകരും നെയ്മർ ആരാധകരും ഉറ്റുനോക്കുന്നത് നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടാകുമോ എന്നതാണ്. ഇപ്പോൾ ഇതാ ബ്രസീലിയൻ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും ഏറെ സന്തോഷകരമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ലുവലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലുക്കാസാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടായേക്കും. ഏറെ സന്തോഷകരമായ വാർത്തയാണിത്. കാത്തിരിപ്പിന് അറുതി വരുത്തി ബ്രസീൽ ടീമിൽ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ബ്രസീൽ തങ്ങളുടെ 26 അംഗ അന്തിമ സ്ക്വാഡ് പുറത്തുവിടുന്നത്. നിലവിൽ സാന്റോസിനോട് വിവരങ്ങൾ തേടിയ ആഞ്ചലോട്ടിക്ക് സാന്റോസ് വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. ബ്രസീൽ ടീം നിലവിൽ CBFനും കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. 100% ഉറപ്പാണ് നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടായേക്കുമെന്നാണ് ലുയലിൻ്റെ റിപ്പോർട്ട്. അതേസമയം ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് നെയ്മറിൻ്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ചയ്ക്ക് വേണ്ടി എക്സൈറ്റ്മെൻറ്റോടെ നെയ്മർ കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. ഏതായാലും കാത്തിരിപ്പിനറുതി വരുത്തി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുന്ന സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകവും ഈ റിപ്പോർട്ടും നമ്മളെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു നെയ്മറിൻ്റെ ആട്ടം കാണാൻ നമ്മൾ 2026 വേൾഡ് കപ്പിലേക്ക് എക്സൈറ്റ്മെൻറ്റായി കാത്തിരിക്കുകയാണ്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ എത്രത്തോളം മികച്ച പ്രകടനം നടത്താൻ നെയ്മർക്ക് സാധിക്കുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. നിലവിൽ നെയ്മർ ക്യാമ്പ് കാർലോ ആഞ്ചലോട്ടിയെ അറിയിച്ചത് നെയ്മർക്ക് വേൾഡ് കപ്പിൽ സ്ക്വാഡിൽ ഉണ്ടായാൽ മതി, അത് ബെഞ്ചിലാണെങ്കിൽ പോലും നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാകണമെന്ന കാര്യമാണ് ക്യാമ്പ് കാർലോ ആഞ്ചലോട്ടിയെ അറിയിച്ചത്. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള വേൾഡ് കപ്പിന് മണിക്കൂറുകൾക്കകലെ ബ്രസീൽ ടീമിൻ്റെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് പരിശീലകനായ കാർലോ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.